ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ 2 ഡിഫറെൻറ്റ് ലാംഗ്വേജുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ തുടങ്ങുന്നത്. പൈത്തൺ ആൻഡ് സി പ്രോഗ്രാമിങ്ങിനെ കുറിച്ചുള്ള 2 ഡിഫറെൻറ്റ് തത്വശാസ്ത്രങ്ങളിൽ ഉള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ് നമ്മളിന്ന് പറയുന്നത്. ഓക്കെ. ഈ 2 ലാംഗ്വേജുകൾ തമ്മിലൊരു യുദ്ധം പോലെയാണ്. ഏതാണ് ഇതിൽ നല്ലത്? ഏത് ലാംഗ്വേജാണ് ഇതിൽ ബെറ്റർ വൺ എന്നുള്ള ഒരു എന്താ പറയുക ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും നിങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ യുദ്ധത്തിൽ ഏറ്റവും മികച്ചത് ഏതാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ലോകത്ത് നമ്മൾ ഈ 2 ലാംഗ്വേജ് നമുക്ക് തരുന്ന ഒരു നോളജ് എന്ന് പറയുന്നത് അതല്ല. നമുക്കെങ്ങനെ എന്ത് ചെയ്യാം, ഒരു കാര്യത്തിനെ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാവി രൂപപ്പെടുത്താം. ഈ 2 ലാംഗ്വേജുകൾ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സി എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു കർക്കശക്കാരനായ ഒരു അധ്യാപകൻ്റെ പോലെയാണ്. കാരണം അത് നമുക്ക് വേണ്ടതൊക്കെ പറഞ്ഞു തരും. നമ്മളിപ്പോൾ എക്സാമിന് മുന്നേ എങ്ങനെ പഠിക്കണം, എങ്ങനെ എഴുതണം, എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നതാണ് ഒരു കർക്കശക്കാരനായ ഒരു അധ്യാപകൻ. അപ്പോൾ ആ ഒരു അധ്യാപകനെ പോലെയാണ് സി ലാംഗ്വേജ് എങ്കിൽ പൈത്തൺ അങ്ങനെയല്ല. നമ്മുടെ ഏറ്റവും നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെയാണ്. നമ്മളെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരു സുഹൃത്ത്. അപ്പോൾ എന്താ സംഭവിക്കുക, ആ സുഹൃത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യത്തിലും, അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു ഭാവി തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ 2 ലാംഗ്വേജുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ നമ്മളിപ്പോൾ സി പ്രോഗ്രാമിംഗ് ആണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിൽ സി എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജിൽ എന്താണ് സെമി കോളൻ ഇടണം, അല്ലെങ്കിൽ പോയിന്റേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് സ്റ്റാറ്റിക് ടൈപ്പിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ പൈത്തൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെന്നാണ് നമ്മൾ പറയുന്നത്.